എൻ്റെ പെണ്ണ് ഭാഗം 3. മീനുട്ടി, നിന്നെ എനിക്കിഷ്ടമല്ല. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. നിന്റെ ഒരു കാര്യവും പറഞ്ഞ് ഇനി നീ എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഇത്രയും വെറുക്കുന്നത്. അന്ന് അവിടെ വെച്ച് അരുണും മീനാക്ഷിയും എന്നേക്കുമായി പിരിഞ്ഞു. പരസ്പരമുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാൻ വേണ്ടി അരുൺ പരമാവധി ശ്രമിച്ചിരുന്നു. അരുണിന് തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവളും അവനെ കാണുന്നത് ഒഴിവാക്കി. മാത്രവുമല്ല, അരുൺ പറഞ്ഞതുപോലെ നന്നായി പഠിക്കാനും അവൾ തീരുമാനിച്ചു. അരുണും മീനാക്ഷിയും തമ്മിലുള്ള അകൽച്ച രണ്ട് വീട്ടുകാരും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതിനാൽ ആരും അത് കാര്യമായി എടുത്തില്ല. അങ്ങനെയിരിക്കെ അരുൺ തുടർ പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി. നാട്ടിലേക്ക് വരുന്നത് വല്ലപ്പോഴും മാത്രമാണ്. വരുമ്പോഴൊക്കെ അവൻ ശാലിനിയോട് മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കും. അവളിപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. പഠിക്കാൻ മിടുക്കിയാണെന്നും സ്കൂളിൽ അവളാണ് ടോപ്പറെന്നും ശാലിനി പറഞ്ഞ് അരുൺ അറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും മീനാക്ഷിയെ ഒന്ന് നേരിട്ട് കാണാനോ സംസാരിക്കാനോ അരുൺ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ 4 വർഷത്തെ പഠനം പൂർത്തിയാക്കി അരുൺ നാട്ടിലേക്ക് വന്നു. ഇനി അരുണിനെ എങ്ങോട്ടും വിടില്ലെന്ന് രവിയും രാധികയും തീരുമാനിച്ചിരുന്നു. ഇവിടെ തന്നെ ജോലി ശരിയാക്കാമെന്ന് ദേവനും പറഞ്ഞു. മീനാക്ഷി ഇപ്പോൾ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അവളിപ്പോൾ ആ ചെറിയ കുട്ടിയല്ല. അരുൺ പണ്ട് പറഞ്ഞതുപോലെ അവൾക്കിപ്പോൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. അരുൺ നാട്ടിലെത്തിയിട്ട് ഇന്നത്തേക്ക് 4 ദിവസം ആയി. നാട്ടിൽ അവന് പറയത്തക്ക ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ അവൻ ഒന്ന് മടിച്ചു. ആകെയുള്ള ഫ്രണ്ട് വിഷ്ണു ഹൈദരാബാദിലാണ്. ഒരു ദിവസം രാവിലെ അരുൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രവി അവൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, നിനക്ക് നാളെ കോയമ്പത്തൂർ വരെ ഒന്ന് പോവാൻ പറ്റുമോ? എന്താച്ചാ കാര്യം? കോയമ്പത്തൂർ എന്താ? അവിടെ ശാലിനി മോളുടെ ഏട്ടൻ്റെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ദേവൻ സാറിന് നാളെ എന്തോ ഒരു മീറ്റിംഗ് ഉള്ളതിനാൽ സാറിന് പോവാൻ കഴിയില്ല. ശാലിനി മോൾക്കാണെങ്കിൽ അലർജി പ്രശ്നമുള്ളതുകൊണ്ട് ദൂരയാത്ര ചെയ്യാനും പാടില്ല. അതുകൊണ്ട് മീനുട്ടിയെ പറഞ്ഞയക്കാമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. മീനുട്ടിയുടെ കൂടെ ഒന്ന് കോയമ്പത്തൂർ വരെ പോവാൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? മീനുട്ടിയുടെ കൂടെയാണ് കോയമ്പത്തൂർ പോവേണ്ടതെന്ന് കേട്ടപ്പോൾ അരുണിന് പോവാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയായി. ഇല്ലച്ചാ, എനിക്ക് പോവാൻ പറ്റില്ല. അച്ഛൻ തന്നെ പോയാൽ മതി, അരുൺ രവിയോട് പറഞ്ഞു. അതെന്താടാ? ഒന്നുമില്ലച്ചാ, എനിക്ക് പോവാൻ പറ്റില്ല, അത്ര തന്നെ, അരുൺ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മോനെ, നീ വലിയ പഠിത്തമൊക്കെ പഠിച്ചിട്ട് അച്ഛൻ നിന്നെ ഡ്രൈവർ ജോലി ഏൽപ്പിക്കുകയാണെന്ന് നീ കരുതരുത്. അച്ഛനിപ്പോൾ പഴയ പോലെ ലോങ് ഡ്രൈവ് ഒന്നും ചെയ്യാൻ വയ്യടാ. വേറെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാമെന്ന് വെച്ചാൽ വിശ്വസിച്ച് ആരെയാ മീനുട്ടിയുടെ കൂടെ പറഞ്ഞയക്കുക? അതുകൊണ്ടൊക്കെയാ നിന്നോട് പോവാൻ പറഞ്ഞത്. സാരമില്ലടാ, നീ പോകുന്നില്ലെങ്കിൽ അച്ഛൻ പോയിക്കോളാം. കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് രവി എണീറ്റ് ഉമ്മറത്തേക്ക് പോയി. അരുണിന് ആകെ ഒരു വല്ലായ്മ തോന്നി. ഇതുവരെ അച്ഛൻ്റെ ഒരു വാക്കും അവൻ അനുസരിക്കാതിരുന്നിട്ടില്ല. അങ്ങോട്ട് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തന്നവരാണ് തൻ്റെ അച്ഛനും ദേവൻ സാറും. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ മീനുട്ടി എന്തോ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് താൻ പോവാതിരുന്നാൽ അത് ദേവൻ സാറിനോട് കാണിക്കുന്ന വലിയ നന്ദികേടായിരിക്കുമെന്ന് അവന് തോന്നി. അതുമാത്രമല്ല, മീനുട്ടിയോടുള്ള പിണക്കമെല്ലാം പറഞ്ഞു തീർക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അതിന് ഈ ഒരു യാത്ര സഹായിച്ചേക്കുമെന്ന് അവന് തോന്നി. അവൻ വേഗം എണീറ്റ് കൈ കഴുകി ഉമ്മറത്ത് ബെഞ്ചിലിരിക്കുകയായിരുന്ന രവിയുടെ അടുത്തായി ചെന്നിരുന്നു. അവൻ രവിയുടെ വലത് കൈയെടുത്ത് തൻ്റെ കൈകൾക്കുള്ളിലായി പിടിച്ചു. അച്ഛാ, എനിക്ക് ഡ്രൈവർ ജോലി ചെയ്യാൻ മടിയായിട്ടല്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. ആ ജോലി ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. മീനുട്ടിയെയും കൊണ്ട് തനിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മടിയായത്. അത് ശരിയാവില്ല എന്നെനിക്കൊരു തോന്നൽ. അതുകൊണ്ട് പറഞ്ഞു പോയതാ പോകുന്നില്ല എന്ന്. പക്ഷേ എൻ്റെ ആ ചിന്ത തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം മീനുട്ടിയെ, അച്ഛൻ വിഷമിക്കണ്ട, അരുൺ പറഞ്ഞു. അപ്പോഴാണ് രാധിക അങ്ങോട്ട് വന്നത്. മോനെ, കുറേ നാളായിട്ട് നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നീയും മീനുട്ടിയും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ട് എത്ര നാളായി? എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയത്? രാധിക അവനോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞങ്ങൾ രണ്ടുപേരും പഠിക്കുകയായിരുന്നല്ലോ. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വന്നു, അത്ര തന്നെ. അരുണിൻ്റെ ആ മറുപടി
രാധികയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. എന്താടാ ആവശ്യമില്ലാത്തത്? മീനുട്ടിയെയാണോ നിനക്ക് ആവശ്യമില്ലാത്തത്? പാവം ആ കുട്ടി. അതിന് എത്ര പഠിക്കാനുണ്ടായാലും എന്ത് തിരക്കായാലും നിന്നെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എനിക്കറിയാം നിങ്ങൾ രണ്ടാളുടെയും പിണക്കത്തിന് കാരണം നീ തന്നെയാണെന്ന്. ആ, ഇനി അതെൻ്റെ തലയിലിട്ടോ. നിങ്ങളുടെ പുന്നാരമോള് വളരെ നല്ല കുട്ടിയാണല്ലോ, അരുൺ പറഞ്ഞു. എന്തായാലും വേണ്ടിയില്ല. ഈ യാത്രയിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും പറഞ്ഞു തീർത്തോണം. അതിനൊന്നും മിണ്ടി പറയാൻ ഒരു കൂടപ്പിറപ്പ് പോലും ഇല്ലാത്തതാണ്. അപ്പോഴാണ് ഇവൻ ഇങ്ങനെ, രാധിക പറഞ്ഞു. അതുതന്നെയാണ് പ്രശ്നം. അവൾക്ക് കൂടപ്പിറപ്പിൻ്റെ വില അറിയില്ല. അത് അവളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവളുടെ കൂടെ ഈ യാത്ര പോകുന്നത്. അതും പറഞ്ഞ് അരുൺ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. രണ്ടും കൂടെ വഴക്കാവോ രവിയേട്ടാ? അടിച്ചു പിരിഞ്ഞാവോ തിരിച്ചു വരുന്നത്? ഏയ്, ആ കാര്യത്തിൽ നമ്മൾ പേടിക്കണ്ട. അരുണിനോളം അവളെ നന്നായി നോക്കാൻ മറ്റാർക്കും സാധിക്കില്ല. അരുണിൻ്റെ കൂടെ അവൾ സുരക്ഷിതയായിരിക്കും. ഇപ്പോൾ കാണിക്കുന്ന ഈ പിണക്കം നോക്കണ്ട. അവർ തിരിച്ചു വരുന്നത് നമ്മുടെ പഴയ അരുണും മീനുട്ടിയുമായിട്ടായിരിക്കും. നീ നോക്കിക്കോ. അന്ന് രാത്രി ദേവൻ രവിയുടെ വീട്ടിലേക്ക് വന്നു. അരുൺ, നിനക്ക് ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല സാർ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? അല്ലെങ്കിലും ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പോയിക്കോളാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അരുൺ പറഞ്ഞു. അരുണിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയാം. നിന്നെ ഒരു ഡ്രൈവറായിട്ട് കണ്ടിട്ട് ഇത് ഏൽപ്പിക്കുകയാണെന്ന് നീ ഒരിക്കലും കരുതരുത്. വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് അരുണിനെ പറഞ്ഞയക്കുന്നത്. നാളത്തെ മീറ്റിംഗ് എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശാലിനിയുടെ കാര്യം അറിയാലോ. അവൾക്ക് ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവളുടെ വീട്ടുകാർക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. പോവാതിരുന്നാൽ പിന്നെ അതു മതി. അതുകൊണ്ടാ മീനുട്ടിയെ പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചത്. അവളാവുമ്പോൾ എല്ലാവരും അവളുടെ പിന്നാലെ അങ്ങ് കൂടിക്കോളും. പിന്നെ ഞാനും ശാലിനിയും ഒന്നും വരാത്തത് അവർക്കൊരു പ്രശ്നമേ ആവില്ല, ദേവൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ദേവൻ മീറ്റിങ്ങിന് പോവാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു. ദേവേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം, ശാലിനി പറഞ്ഞു. ദാ വരുന്നു. ശാലിനി നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും പ്ലേറ്റിലേക്ക് വെച്ചു. ദേവൻ കഴിക്കാനായി വന്നിരുന്നു. മീനുട്ടി എണീറ്റോടി? ഇല്ല, നല്ല ഉറക്കമാ. ഞാൻ വിളിക്കണോ ദേവേട്ടാ? വേണ്ട വേണ്ട, എണീക്കുമ്പോൾ ഞാൻ പോയെന്ന് നീ പറഞ്ഞാൽ മതി. ഫ്രീ ആകുമ്പോൾ ഞാൻ അവളെ വിളിച്ചോളാം. പിന്നെ ഷെൽഫിൽ ഞാൻ കുറച്ച് പണം വെച്ചിട്ടുണ്ട്. അത് അരുണിൻ്റെ കയ്യിൽ കൊടുക്കണം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ പറയണം അരുണിനോട്, ദേവൻ പറഞ്ഞു. മീനുട്ടിയുടെ കൂടെ പോകുന്നത് അരുണാണോ ദേവേട്ടാ? ശാലിനി ചോദിച്ചു. അതെ, അരുണിനെ പറഞ്ഞയക്കാമെന്ന് രവിയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഹോ, ഇപ്പോഴാ എനിക്കും സമാധാനമായത്. രവിയേട്ടനാണ് കൂടെ പോകുന്നതെങ്കിൽ അവൾ രവിയേട്ടനെ ഇട്ട് വട്ടം കറക്കിയേനെ. കണ്ടയിടത്തൊക്കെ അവൾക്ക് വണ്ടി നിർത്തേണ്ടി വരും. കണ്ണിൽ കണ്ടതൊക്കെ അവൾക്ക് വാങ്ങിക്കേണ്ടിയും വരും. അരുണാവുമ്പോൾ നേരെ വാ നേരെ പോന്ന. അവളുടെ വിളച്ചിലൊന്നും അവൻ്റെ അടുത്ത് നടക്കില്ല, ശാലിനി പറഞ്ഞു. അപ്പോഴേക്കും ദേവൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. നീ കുട്ടികൾക്ക് വേണ്ടതൊക്കെ എടുത്തു വച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചു ദേവേട്ടാ. എന്നാ ശരി, ഞാൻ വിളിക്കാം കേട്ടോ. അതും പറഞ്ഞ് ദേവൻ ശാലിനിയുടെ നെറുകയിൽ ഒരു ചുംബനം കൊടുത്ത് കാറുമെടുത്ത് പോയി. അപ്പോൾ ഈ പാർട്ടി ഇവിടെ അവസാനിക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.